ഹായ് എവരി വൺ. 2025 ജെഇ എക്സാമിൽ ഒരു അതിഗംഭീര റിസൾട്ട് വാങ്ങിയ വിഷ്ണുവാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2025 ധീര ജെഇ ബാച്ചിൽ ഓൺലൈനായിട്ടാണ് വിഷ്ണു പഠിച്ചത്. എങ്ങനെയാണ് റിസൾട്ടിലേക്കും ഈ ഒരു എൻ്റെ വർഷത്തെ പ്രിപ്പറേഷനിലേക്കും വിഷ്ണു കടന്നതെന്ന് നമുക്ക് വിഷ്ണുവിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ വിഷ്ണു, എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ ജെയുടെ ഫസ്റ്റ് സെഷനിൽ 97.5% ഉണ്ട്. ഇപ്പോൾ NIT സൂറത്തിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത അലോട്ട്മെന്റുകൾ ഫുൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലും ബെറ്റർ ഓപ്ഷൻസ് കിട്ടുമെന്ന് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാധാരണ ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഓഫ്ലൈൻ മതി എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും പലരും ഉണ്ടാവുക. പക്ഷെ അതേസമയം വിഷ്ണു ഓൺലൈൻ മീഡിയത്തിൽ അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ ഒരു വർഷം ഡ്രോപ്പ് ചെയ്യാം എന്നൊരു ഡിസിഷൻ എടുത്തു. അതെന്താ ഓൺലൈൻ ഡ്രോപ്പ് ചെയ്യാനുള്ള പ്ലാൻ എടുത്തത്? ഓൺലൈനായാലും ഓഫ്ലൈനായാലും രണ്ട് സ്ഥലത്തും ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ നമുക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജസിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ നമുക്ക് കൂടുതൽ കിട്ടുന്ന ടൈമാണ് ഓഫ്ലൈനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പക്ഷേ അതുപോലെ നോക്കുമ്പോഴും നമുക്ക് ടൈം വേസ്റ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. എനിക്ക് തോന്നി ഇപ്പോൾ ഈ കിട്ടുന്ന ടൈം നമ്മൾ നന്നായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ നമുക്ക് എളുപ്പമാകും. പിന്നെ റിവിഷനായാലും നമുക്ക് ടൈം വേണം. അപ്പോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓൺലൈൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഈ ഓൺലൈൻ പഠിക്കുന്ന സമയത്ത് പലരും പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ ഫോണും സാധനങ്ങളൊക്കെ കൈവച്ച് ചെയ്യുമ്പോൾ എന്തായാലും കുറേ ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഓഫ്കോഴ്സ് ഉണ്ടായിരുന്നോ. ഇപ്പോൾ ഇല്ലാണ്ടിരിക്കാൻ നമ്മളെന്തായാലും ഇപ്പോൾ മൊബൈൽ കാണുള്ളൂ, ക്ലാസ്സുകളും സാധനങ്ങളും കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് ഇങ്ങനെ നാൾ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് എന്തായാലും സോഷ്യൽ മീഡിയ എടുക്കാൻ തോന്നും. പക്ഷെ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈൻ എടുക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന ടൈം തന്നെയാണ് ഒരു കാര്യം. പക്ഷെ നമ്മൾ ആ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നോക്കണം. ഇപ്പോൾ എനിക്ക് തന്നെ കുറേ വട്ടം വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഓൺലൈൻ എടുത്തതെന്ന് വെച്ചിട്ട് ഫുൾ ടൈം ഇരുന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ദിവസങ്ങളോളം ഞാൻ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് വേസ്റ്റ് ചെയ്യുന്നതിനേറ്റവും കൂടുതൽ നമ്മൾ എഫക്റ്റീവായിട്ട് അത് ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പോൾ റിവിഷൻ ഒരു ടൈം ടേബിൾ ഇടണം. നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ പഠിച്ചു പോകുമ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഇപ്പോൾ എന്താ പറയുക എക്സാമിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഒക്കെ കൂടുതൽ പഠിക്കുക. ഇപ്പോൾ പിന്നെ ഇപ്പോൾ എക്സാംസിൻ്റെ ടൈമിൽ ഇപ്പോൾ മോക്ക് എക്സാംസിൻ്റെ ടൈമിലൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യാനൊക്കെ നമ്മൾ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാനായാലും തിയറി ഒന്ന് ഓടിച്ചു പോയിട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ഒന്നും കൂടി ചെയ്ത് അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് അതൊക്കെ നോക്കി വരുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ട് ഓൺലൈൻ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഓൺലൈൻ ചൂസ് ചെയ്തു. ഇപ്പോൾ വിഷ്ണു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഡേ, അതായത് അപ്കമിങ് ഡേ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എങ്കിൽ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ വിഷ്ണുവിനെ സംബന്ധിച്ച് ഒരു ഡേ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് വിഷ്ണു ഒരു ദിവസം ഫുൾ പ്ലാൻ ചെയ്തിരുന്നത്? ഇപ്പോൾ നാളേക്കുള്ള നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫുൾ ടൈം പഠിക്കണം എന്നല്ല, ഇപ്പോൾ എന്നാൽ ഫുള്ള് സമയം നമ്മൾ ഉഴപ്പിക്കളയാനും പാടില്ല. നമ്മുടെ ദിവസത്തിൻ്റെ ഒരു മെജോറിറ്റി നമ്മൾ പഠിക്കാൻ തന്നെ കൊടുക്കണം. ഓൺലൈനായിട്ട്, പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് നോക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ പരമാവധി അല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഫുള്ള് കുറയ്ക്കണം. മിക്ക ദിവസങ്ങളും നമ്മൾ അത് തൊടാനൊന്നും പാടില്ല. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഞാൻ റിലാക്സ് ചെയ്തിരുന്നത് ഇപ്പോൾ പാട്ടുകൾ കേൾക്കും, അല്ലെങ്കിൽ പിന്നെ പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ റിലാക്സേഷൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മീഡിയക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു ദിവസം ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് ഒരു 6-7 മണിക്കൂറോളം ക്ലാസ്സുകൾ ഉണ്ടാവും നമുക്ക്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം വിഷ്ണു എങ്ങനെ യൂസ് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് എത്ര സമയമാണ് ഓരോ സബ്ജക്റ്റിനൊക്കെ കൊടുത്തിരുന്നത്? ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ജെഇയിൽ ധീര ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുന്ന കുറേ കുട്ടികളുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ഒരു കൺസേൺ ഇതായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ സബ്ജക്റ്റ് വൈസിന് കൊടുക്കാതെ ഇപ്പോൾ ചാപ്റ്റർ വൈസിനായിരുന്നു ഞാൻ ടൈം ഡെഡിക്കേറ്റ് ചെയ്തത്. ഇപ്പോൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും മാത്സിലായാലും ടഫ്, സിമ്പിള്, മീഡിയം അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സിമ്പിൾ ചാപ്റ്റേഴ്സ് ഞാൻ
ഇപ്പോൾ മാത്സിൽ ഇപ്പോൾ ചിലർ മാത്സിൽ നമ്മൾ കൂടുതൽ ടൈം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫിസിക്സിൽ കൂടുതൽ ടൈം എല്ലാ ചാപ്റ്ററും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്ത് നമുക്ക് സെറ്റായ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ടൈം കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ കൊടുക്കാണ്ട് ഞാൻ ചെയ്തിരുന്നത് എനിക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒരുവിധം പക്കയായി എന്ന് തോന്നി കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് ഞാനത് പതുക്കെ ഫുള്ള് കളയില്ല, എന്നാലും അത് പതുക്കെ അതിൻ്റെ അത് പഠിക്കുന്നതിന്റെ കുറച്ചും കൂടി ടൈം ആ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ വേറൊരു ചാപ്റ്ററിന് കൊടുക്കും. അതായത് നമ്മൾ അതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യും. അതെ, അതായത് ഇപ്പോൾ ചാപ്റ്റർ എളുപ്പമാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് കോൺഫിഡന്റ് ആണ്, ഏത് ചോദ്യം വന്നാലും ചെയ്യാം എന്നുള്ള മൈൻഡ് ആണെങ്കിൽ നമ്മൾ അതിന് കുറച്ച് സമയം കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കോ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനോ കൂടുതൽ സമയം കൊടുക്കുന്ന രീതിയിലാണ് പഠിത്തം മുൻപോട്ട് കൊണ്ടുപോയി. അപ്പം ഇപ്പൊ നമ്മുടെ ഇതേപോലെ കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇപ്പം ഓൾമോസ്റ്റ് 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ഫിനിഷ് ചെയ്തു. ഒരു 3 ചാപ്റ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് നല്ല ഡെപ്തിലായിരിക്കും കവർ ചെയ്ത് പോവുക, ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു 4ാമത്തെ ചാപ്റ്റർ ഒക്കെ എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ ചാപ്റ്ററിലെ ടെസ്റ്റോ അങ്ങനെയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ മറന്നുപോയി എന്നൊരു ഫീലിംഗ് പലർക്കും വരാറുണ്ട്. അപ്പം മറന്നു പോകുന്നതിന് നമ്മൾ എന്താ ചെയ്യുക? റിവൈസ് ചെയ്യുക. അപ്പോൾ വിഷ്ണുവിന്റെ റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? എൻ്റെ റിവിഷൻ സ്ട്രാറ്റജി കൂടുതലും ക്വസ്റ്റ്യൻസിലൂടെയാണ് ഞാൻ റിവൈസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പിന്നെ ഒരിക്കലും ചെയ്യാതെ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ക്വസ്റ്റ്യൻസിനെ ഒരു എന്താ പറയാ ഞാൻ തരം തിരിക്കുമായിരുന്നു. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 തന്നെ. എന്നിട്ട് ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ഡിഫറെന്റ് മെത്തേഡ് ആണല്ലോ. അപ്പോൾ ഹാർഡുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ ഹാർഡും മീഡിയം ആണ് ഞാൻ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ റിവിഷന് വേണ്ടി ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ കൂടെ പോകുന്ന തന്നെ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ്, തിയറി, കോൺസെപ്റ്റ്സ് അതിൻ്റെ കൂടെ ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ കടന്നു പോയായിരുന്നു. പിന്നെ ഒരു റെഗുലർ ഇന്റർവെൽ ഇങ്ങനെ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഹാർഡും മീഡിയം ഒക്കെ നമുക്കൊരു എന്താ പറയാ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ റെഗുലർ ഇന്റർവെല്ലിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടി നമുക്ക് വീണ്ടും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ കിട്ടാതെ തന്നെ ചിലതൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തരം തിരിച്ചിട്ട് ഹൈയും മോഡറേറ്റും ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒരു റെഗുലർ ഇന്റർവെൽസിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ബേസിക്കലി റിവിഷന് വേണ്ടി ചെയ്തത്. അപ്പൊ ഈ ഒരു റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് ഒക്കെ ആയിരിക്കില്ല ചെയ്യുക, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ടൈം ഇപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയാ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വൺസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ ചെയ്ത് പറ്റും. പക്ഷെ പിന്നെ ചാപ്റ്റേഴ്സിന്റെ അങ്ങനെ കൂടുമ്പോൾ ഇങ്ങനെ വൺസ് ഇൻ എ മന്ത് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ ഒരു സ്പെസിഫിക് ടൈം കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ നമ്മൾ അത്യാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്. ഒരു മിഡിലൊക്കെ എത്തുമ്പോൾ ഒരു എന്താ പറയുക സെപ്റ്റംബർ ഒക്ടോബർ എത്തുമ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ നമ്മൾ കുറേ വട്ടം റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ നമുക്കൊരു കുറേ വട്ടം റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം ലെവലിലേക്ക് നമ്മൾ അത് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ പുതിയതെടുത്ത ചാപ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ തൊട്ട് മുമ്പെടുത്ത ചാപ്റ്റർ ആയിരിക്കാം, കുറച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിന് കൊടുത്തിരുന്ന ടൈം ഞാൻ കുറച്ച് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിന് ഇത് പക്കയാക്കാൻ ടൈം മാനേജ്മെന്റ് ആണ് ഓൺലൈനിൽ. അതാണ് ടൈം മാനേജ്മെന്റ് ആണ് നമ്മുടെ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ക്ലാസ്സുകളെല്ലാം കഴിയുമ്പോഴത്തേക്കും ടോപ്പിക്കുകളൊക്കെ അന്നു പഠിച്ച ടോപ്പിക്കുകൾ നമ്മൾ അന്നു തന്നെ റിവൈസ് ചെയ്ത രീതിയിലാണോ പോയിക്കൊണ്ടിരുന്നത്? അതെ, അന്നു പഠിച്ച ടോപ്പിക്കുകൾ ഞാൻ അന്നു റിവൈസ് ചെയ്യായിരുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പ്. പിന്നെ അത് ചാപ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും റിവൈസ് ചെയ്യുക ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്കുകളിലെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്? അത് ശൈലത്തിന്റെ മെറ്റീരിയലിൽ തന്നെ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ആപ്പിൽ തന്നെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ സെഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ കിട്ടും. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടോപ്പിക്കിൽ ലെവൽ ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെയാണെങ്കിൽ നമുക്ക് ലെവൽ 1, ലെവൽ 2 അങ്ങനെ തന്നെ അതിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൽ കോൺഫിഡന്റ് ആണ്, നമുക്ക് അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അതിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കൂടുതൽ ചോദ്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷനിൽ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് മോക്ക് എക്സാം എന്ന് പറയുന്നത്. കാരണം മോക്ക് എക്സാം എഴുതാതെ ആ ഒരു മൊമെന്റിലെ സ്ട്രെസ്സും ടൈം മാനേജ്മെന്റും ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മോക്ക് എക്സാമുകളൊക്കെ എങ്ങനെയായിരുന്നു വിഷ്ണു ചെയ്തിരുന്നത്? ഒരു അപ്പ് ആൻഡ് ഡൗൺ തന്നെയായിരുന്നു. ഇപ്പോൾ എന്താ പറയാ മോക്ക് എക്സാംസും റിവിഷനും കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ മോക്ക് എക്സാംസിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോക്ക് എക്സാംസിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിവിഷന്റെ കുഴപ്പമുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ മോക്ക് എക്സാമിന്റെ ഒരു നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു മോക്ക് എക്സാമിൽ നമ്മൾ എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് നോക്കാതെ ചിലപ്പോൾ അടുത്ത മോക്ക് എക്സാം കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ മോക്ക് എക്സാംസ് എല്ലാ മോക്ക് എക്സാംസും എഴുതുക തന്നെ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ എവിടെ തെറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തി മിസ്റ്റേക്ക് അനാലിസിസും കൂടെ പാരലി കൊണ്ടുപോകുന്ന രീതിയിലാണ് പോയത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 2026
ജെഇ ഫസ്റ്റ് ഫേസ് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അതേ സമയം തന്നെ അവർ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് ഫേസ് പോയാൽ കുഴപ്പമില്ല, സെക്കൻഡ് ഫേസ് ഉണ്ടല്ലോ, ഒരു ബാക്കപ്പ് പ്ലാൻ അവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുന്നവരായിരിക്കും മെജോറിറ്റി. അവരോട് വിഷ്ണുവിന് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഫേസ് തന്നെ നോക്കാൻ തന്നെയാണ് പറയാനുള്ളത്. കാരണം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഫസ്റ്റ് ഫേസ് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ കോമ്പറ്റീഷനും കുറച്ച് കുറവാണ്. കോമ്പറ്റീഷനും കുറച്ച് കുറവാണ്. ഇങ്ങനെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പലരും വിചാരിക്കുമ്പോൾ നിങ്ങളൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇങ്ങനെ വിചാരിച്ചു നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടിരിക്കും. റിവിഷൻ തന്നെ പക്കയായിട്ട് കൊണ്ടുപോകുക, അപ്പം തന്നെ ഫസ്റ്റ് ഫേസ് തന്നെ അടിക്കാനുള്ളത് അതിൽ തന്നെ ഉണ്ടാവും. അതെ, 2026 ജെഇ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട്, എസ്പെഷ്യലി ഓൺലൈനായിട്ട് ഈ വർഷം പഠിക്കുന്ന ധീര സ്റ്റുഡൻസിനോട് വിഷ്ണുവിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? നിങ്ങൾ എന്തായാലും ഫേസ് 1 തന്നെ ക്രാക്ക് ചെയ്യാന്നുള്ളത് മൈൻഡ് സെറ്റിൽ തന്നെ പോവുക. ഫേസ് 1 ക്രാക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പർ റിവിഷൻ, മാത്രമല്ല ഡെയിലി ക്ലാസ്സുകൾ ബാക്ക്ലോഗില്ലാണ്ട് കൊണ്ടുപോകാൻ നോക്കുക. അതേപോലെ തന്നെ മോക്ക് എക്സാംസ് ഒന്നും മിസ് ചെയ്യാണ്ട് നോക്കുക. പിന്നെ ഓരോ ടോപ്പിക്കുകൾ കഴിയുമ്പോഴും അതിൻ്റെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നോക്കി തന്നെ പോവുക. പിന്നെ മോക്ക് എക്സാംസിൻ്റെ നമ്മൾ തെറ്റെന്താണെന്ന് നോക്കിയിട്ട് അത് തിരുത്തി പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫേസ് 1 ക്രാക്ക് ചെയ്യാനുള്ള ഒരുപാടുണ്ടാവില്ല, സുഖമായിട്ട് ക്രാക്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷ്ണു ജെഇ എക്സാമിൽ മാത്രമല്ല കീം എക്സാമിലും ഒരു അടിപൊളി മാർക്കും സ്കോറും ഒക്കെ ഈ വർഷം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വിഷ്ണുവിൻ്റെ ജേണി ഇപ്പോൾ NIT സുഹൃത്തിൽ ഓൾറെഡി നമുക്ക് അഡ്മിഷൻ വന്നിട്ടുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്ന് പറഞ്ഞത്. ഇനി മുൻപോട്ട് ഫർദർ അലോട്ട്മെൻറ്റ്സിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കോളേജുകളിലേക്കും NITകളിലേക്കും ഒക്കെ വിഷ്ണു നോക്കുന്നുമുണ്ട്. സോ ഇനിയുള്ള ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ എൻഡേവേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഇനിയും കാണാം. സോ ടിൽ ദെൻ ബൈ.